പെൻഷൻ ഇല്ലാതാക്കിയത് ഈ ഗവൺമെന്റ് അല്ലേ? ഇനി ഇവർ പറയും ഞങ്ങൾ 60 ലക്ഷം ആളുകൾ കൊടുക്കുന്നു. 60 ലക്ഷം ഉണ്ടാവാൻ വഴിയില്ല, 53 ലക്ഷമാണ്, ബാക്കി ക്ഷേമനിധി പെൻഷനാണ്. ഞാൻ ആ കണക്ക് വായിക്കാം. അതായത് വി എസ് അച്യുതാനന്ദൻ ഇറങ്ങി പോകുമ്പോൾ 16 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മറുപടി പ്രകാരം ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ 34 ലക്ഷം പേർക്കായി. അത് ഇവരിപ്പോൾ പറയുന്ന പ്രകാരമാണെങ്കിൽ എത്രയാ? രണ്ടും കൂടെ ചേർത്ത് 60 അല്ലെങ്കിൽ 53. 16 നിന്ന് 34 ആക്കിയതാണ് വലിയ കാര്യം. അത് 34 നിന്ന് രണ്ടും കൂടെ ചേർത്ത് 60. ഞങ്ങളുടെ ഈ രണ്ടും കൂടെ ചേർത്താൽ 42 വരും. 42 ലക്ഷമുണ്ട്. 34,43,414 പേർക്ക് കൊടുത്തു. അതുകൂടാതെ ക്ഷേമനിധി ബോർഡിലുള്ളവർ കൂടെ ചേർത്ത് 42 ലക്ഷം പേർക്ക് ഞങ്ങൾ കൊടുത്തു. 60 ലക്ഷം പേർക്ക് ഇവർ കൊടുക്കുന്നു. അപ്പൊ ഞങ്ങൾ 16 നിന്ന് 42 ലക്ഷമാക്കി. ഇവര് 42 നിന്ന് എത്ര വർഷം കൊണ്ടാ? 9 വർഷം കൊണ്ട് 60 ഇതാണോ വലുത്? അപ്പൊ നമ്മളിത് ഇതൊക്കെ പറയുന്നില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ സാക്ഷിയല്ലേ? എത്രയോ തവണ നിയമസഭയിൽ തന്നെ അമിത് മാഷ് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇവരൊന്ന് ആവർത്തിക്കുക. കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അയലത്തെ ഒരു അമ്മ ഇത്രയും വാങ്ങിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെയാണ് മറുപടി. അല്ലാതെ മറുപടി പറയേണ്ടത് എന്താ? ഞങ്ങൾ ഈ 18 മാസം ഉമ്മൻചാണ്ടിയുടെ 600, 800, 1200, 1500 താരിഫിലുള്ള ഇതൊന്നും എൻ്റെ കണക്കല്ല കേട്ടോ. ബാലഗോപാൽ നിയമസഭയിൽ എച്ച് സലാമിനും OS അംബികയ്ക്കൊക്കെ കൊടുത്ത മറുപടിയാണ്. ആ തുക ഞങ്ങൾ ആളുകൾക്ക് കൊടുത്തതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട്, ആളുകൾക്ക് കൊടുത്തതിൻ്റെ സർക്കാർ ഉത്തരവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇനി ആ ഗവൺമെന്റിന്റെ കാലത്ത് സെസ് ഉണ്ടായിരുന്നോ? ഇപ്പൊ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ്സില്ലേ? ഒരു ഭിന്നശേഷിക്കാരന് പെൻഷൻ കിട്ടും 1600 രൂപ. ആ പാവപ്പെട്ടവൻ ലോട്ടറി കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ അയാളും ഈ പൈസ കൊടുക്കണ്ടേ? 700 കോടി രൂപ വർഷം പിരിക്കുന്നില്ലേ പെട്രോൾ സെസ്? എന്നിട്ടും കുടിശ്ശികയാക്കിയില്ലേ 6 മാസം? അതല്ലേ ഇപ്പം ഇൻസ്റ്റാൾമെന്റായി ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അതിനെയല്ലേ ചോദ്യം ചെയ്തത്. അപ്പോ സെസ് ഏർപ്പെടുത്തി 3 വെർഷൻ ഉണ്ടാക്കിയത് ഇല്ലാതെയാക്കി. ഇതെല്ലാം ചെയ്തിട്ട് ഈ പെൻഷന്റെ കാര്യത്തിൽ ഇവർക്ക് മേനി നടിക്കാൻ ഒന്നുമില്ല. എന്നിട്ട് ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളെ, അത് KC വേണുഗോപാലാകാം മറ്റുള്ളവരാകാം, അവർക്കെതിരെ ഇതുപോലെയുള്ള വ്യാജ പ്രചരണം നടത്തുകയാണ്. ഞാൻ ഇതിനകത്തെല്ലാം എൻ്റെ കയ്യിൽ ഇതിന് ഓരോന്നിനും ഉള്ള സമയക്കുറവ് കൊണ്ടാണ് ഈ പറഞ്ഞ ഓരോ വാക്കിനുമുള്ള സർക്കാർ ഉത്തരവുകളും തെളിവുകളും രേഖകളും ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ ലളിതമായ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. ഇത്രയും കടലാസൊന്നും വേണ്ട. നിങ്ങൾ ഈ 5000 കോടി രൂപയോളം വേണം കുടിശ്ശിക. ആ 5000 കോടി രൂപ ഈ ഗവൺമെന്റ് 16ലോ 21ലോ അതിനുശേഷം ഇപ്പോഴോ കൊടുത്തതിന്റെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട്, ഒരു സർക്കാർ ഉത്തരവ് നിങ്ങൾ ജനങ്ങളെ അറിയിക്കുക, മാധ്യമങ്ങളെ അറിയിക്കുക. അതിനവർ തയ്യാറാകുന്നില്ല. ഇതാണ് ഒരു കാര്യം. താങ്കൾ പറഞ്ഞതുപോലെ ശ്രീരാമണ്ണം പറഞ്ഞ പോലെ ശനിയാഴ്ചയാണെന്ന് പെരുന്നാളെന്ന് ഒരാഴ്ചക്ക് മുമ്പ് മനസ്സിലായതാണ്. ഗവൺമെന്റിന് തീരുമാനം എടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു. നാളത്തെ അവധി ഇന്നില്ല എന്ന് പറയുന്നത് വെറുതെ എത്ര ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. നാളെ അല്ലെങ്കിൽ തന്നെ ശനിയാഴ്ച അവധിയാണ്, കൂടുതൽ അവധിയാണ്. അപ്പൊ അവധി ഇല്ല എന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത്. ഒരാഴ്ചക്ക് മുമ്പ് ഇത് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് ചെയ്തില്ല. അപ്പൊ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ആളുകൾക്ക്, അത് ചെയ്തില്ല. അത് മാത്രമല്ല, ശനിയാഴ്ച അവധി എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സ്കൂളുകൾക്കൊന്നും പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവധിയില്ല എന്നാണ് വരുന്നത്. അപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്നതിന് മാർഗം ഉണ്ടോ എന്നുള്ളതിന്റെ ഡോക്ടറേറ്റ് ആണ് ഇവിടെ. എന്നിട്ട് ആ ഉപദ്രവം ഞങ്ങൾ അംഗീകരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇവരെ തൊഴണം. ഇത് ജനാധിപത്യമാണ്. കാരണം അറിയാം, ലിംഗവും ഒന്നുമല്ല ഇവിടെ ഭരിക്കുന്നത്. Subscribe to One India and never miss an update.